ഫ്രണ്ട്സ്, ഒരാൾക്ക് കൊച്ചി ഇൻഫോ പാർക്കിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു ഹോസ്റ്റൽ സൗകര്യം, ഒരു താമസ സൗകര്യം, അക്കോമഡേഷൻ ഒന്ന് തയ്യാറാക്കി കൊടുക്കുക. അതേപോലെ വേറൊരാൾക്ക് ആലുവയിൽ നടക്കുന്ന ഒരു സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ഒരു എക്സാമിൽ പങ്കെടുപ്പിക്കുക എന്നുള്ളതായിരുന്നു നമ്മളുടെ ഇന്നത്തെ ഒരു ദൗത്യം. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ പാലക്കാട് നിന്നും പുറപ്പെട്ടു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വണ്ടി നിർത്തിയത് മണ്ണൂത്തി കഴിഞ്ഞ് കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ നടത്തറ ജംഗ്ഷനിൽ ഉള്ള ആനന്ദ് ഭവനാണ് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തത്. ഒരുവിധം തെറ്റില്ലാത്ത അത്രയും വലിയ വിസ്താരമുള്ള ഒരു പാർക്കിംഗ് സ്പേസ് തന്നെയാണ് ഹോട്ടലിൻ്റെ മുൻവശത്തുള്ളത്. അകത്തേക്ക് കയറി കഴിഞ്ഞാലും നമുക്ക് കാണാം നല്ല വൃത്തിയുള്ള ടേബിളുകളും ചെയറുകളും ഒരുപാട് പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു സൗകര്യവും എല്ലാം തന്നെയുണ്ട്. വലതുവശത്തായി ക്യാഷ് കൗണ്ടറിൻ്റെ അടുത്ത് തന്നെ സാധാരണ ഇത്തരം റെസ്റ്റോറൻറ്റുകളിൽ നമ്മൾ കാണാറുള്ളത് പോലെ ഒരുപാട് സ്വീറ്റ്സ് ഐറ്റംസ് എല്ലാം വെച്ചിരിക്കുന്നു. ഇനി നമ്മൾ ഓർഡർ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് ഊത്തപ്പം എന്ന് പറയാം, തട്ടുദോശ എന്നാണ് പറഞ്ഞത്, പക്ഷേ ഇതൊരു ഊത്തപ്പം സ്റ്റൈലിലാണ്. അതുപോലെ അതിൻ്റെ കൂടെ കിട്ടിയ ചട്നിയും ഉള്ളിച്ചമ്മന്തിയും സാമ്പാറും എല്ലാം വളരെ രുചികരം തന്നെയായിരുന്നു. എടുത്തു പറയേണ്ടത് അവിടുത്തെ ആ ഒരു പൊങ്കൽ ക്വാണ്ടിറ്റി കുറച്ച് കമ്മിയായിട്ട് തോന്നി, പക്ഷേ വളരെ സ്വാദിഷ്ടം എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതിൻ്റെ കൂടെയും ഈ ഒരു ചട്നിയും സാമ്പാറും ഒക്കെയാണ് കിട്ടുന്നത്. ഫ്രണ്ട്സ്, ഇത് കൊച്ചിയിലെ കാക്കനാടിനടുത്തുള്ള എടച്ചിറ എന്നുള്ള ഒരു സ്ഥലമാണ്. എടച്ചിറയിലെ ഒരു ട്രാഫിക് ജാമാണ് ഈ കാണുന്നത്. ചില സമയങ്ങളിൽ ഇവിടെ ഇങ്ങനെയാണ്. നമ്മളപ്പോൾ എടച്ചിറയിൽ തന്നെ ഒരുവിധം തെറ്റില്ലാത്ത ഒരു അക്കോമഡേഷൻ, ഒരു ഹോസ്റ്റലിൽ റൂമെല്ലാം തയ്യാറാക്കി അവിടെ സാധനങ്ങളെല്ലാം നമ്മൾ കൊണ്ടുവച്ച് ഇനി നമ്മൾക്കൊരു ലഞ്ച് കഴിക്കണം. ലഞ്ച് കഴിക്കാനായി നമ്മൾ തിരഞ്ഞെടുത്തത് അർബൻ പറാത്ത എന്നുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. മുൻപെപ്പോഴോ കഴിച്ചതിൻ്റെ ആ ഒരു ടേസ്റ്റ് തേടി പോയതാണ്. ഇൻഫോ പാർക്കിൻ്റെ കുറച്ചടുത്ത് തന്നെയാണ് ഈ ഒരു സ്ഥലം. പഴയ ആ ഒരു രുചി തേടിപ്പോയ നമ്മളെ ഒട്ടും തന്നെ നിരാശപ്പെടുത്തിയിട്ടില്ല ഭക്ഷണം. നമ്മൾ വാങ്ങിയ തന്തൂരി റൊട്ടിയും പ്ലെയിൻ നാനും ഗാർലിക് നാനും അതേപോലെ കടായി ചിക്കനുമെല്ലാം സ്വാദിഷ്ടം തന്നെ ആയിരുന്നു. നല്ലൊരു ലഞ്ചാണ് നമ്മൾ കഴിച്ചത്. അർബൻ പറാത്ത കൂടാതെ തന്നെ ഇവിടെ ഒരു പിസ്സ ഹട്ട് കാണാം, അതേപോലെ ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റ്, ഇതെല്ലാം ഇവിടെ കാണാം. അത്യാവശ്യം ഷോപ്പിംഗ് നടത്തണമെന്നുണ്ടെങ്കിൽ ഷോപ്പിങ്ങിനുള്ള സൗകര്യങ്ങളും ഇവിടെ തന്നെയുണ്ട്. ഫ്രണ്ട്സ്, ഇനി നമ്മൾക്ക് നേരെ പോകേണ്ടത് ആലുവയിലേക്കാണ്. ഫ്രണ്ട്സ്, ഇത് ആലുവയ്ക്ക് അടുത്തുള്ള കുന്നുംപുറം എന്നുള്ള സ്ഥലമാണ്. കുന്നുംപുറത്തിലെ കീഴ്മാട് എന്നും പറയും. ഇവിടെയാണ് അപ്പോൾ നമ്മൾക്ക് സ്റ്റാഫ് സെലക്ഷൻ്റെ ആ പരീക്ഷ എഴുതാനുള്ള ആ ഒരു ആളെയും കൊണ്ട് വരണമെന്ന് പറഞ്ഞത്. പരീക്ഷയ്ക്ക് വരുന്നവർക്കും അവരുടെ കൂടെ വരുന്നവർക്കുമൊക്കെ ആയിട്ട് ഒരു 1-2 ഭക്ഷണശാലകൾ ഇവിടെയുണ്ട്. അതേപോലെ തന്നെ പൈസ 30 രൂപ കൊടുത്താൽ വലിയ വണ്ടികൾക്ക് കാറിന് 30 രൂപയും ബൈക്ക് ഇരുചക്രവാഹനങ്ങൾക്ക് 15 രൂപയും കൊടുത്താൽ മുഴുവനായും ഒരു ദിവസം മുഴുവനായും പാർക്ക് ചെയ്യാനുള്ള ഒരു ഏരിയ അതെല്ലാം തന്നെ ഇവിടെയുണ്ട്. സ്റ്റാഫ് സെലക്ഷൻ്റെ പരീക്ഷകൾ നടക്കുന്ന കേരളത്തിലെ ഒരുപാട് കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ ആലുവയിലെ
ഈ ഒരു കേന്ദ്രം. ഒരുപാട് കുട്ടികളാണ് ഇവിടെ ഈ ഒരു പരീക്ഷയെല്ലാം എഴുതാൻ വരുന്നത്. അതേമാതിരി തന്നെ പല ദൂരദേശങ്ങളിൽ നിന്നുമാണ് അവർ വരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ രക്ഷാകർത്താക്കളും അവരോടൊപ്പം വരുന്നുണ്ടാവാം. അപ്പോൾ അവർക്കൊന്നും ഈ പരീക്ഷ കഴിയുന്നത് വരെ 1-2 മണിക്കൂർ അവിടെ ചെലവഴിക്കാൻ ശരിയായിട്ടുള്ള ഒരു ഒന്നും തന്നെ കാണുന്നില്ല എന്നുള്ളതാണ്. ചെറിയൊരു സ്ഥലമുണ്ട്, ഇരിക്കാൻ കസേരയും മറ്റും ഇട്ടിട്ട് ഒരു ഹാളുണ്ട്. അവിടെ വളരെ പരിമിതമാണ് ചെയറുകളും. 10-20 പേർ ഇരുന്നാൽ അവിടെ ഫില്ലാവും. അതുകൊണ്ട് അതുകൂടെ ഒന്ന് അധികൃതർ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു 30 രൂപ കൊടുത്ത് പാർക്ക് ചെയ്യേണ്ട ആ ഒരു ഏരിയയിലേക്കാണ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങോട്ടേക്ക് ഇറങ്ങുമ്പോൾ തന്നെ വലതുവശത്തായി തന്നെ ഒരു അത്രയൊന്നും ചെറുതല്ലാത്ത ഇടത്തരം ഒരു ഭക്ഷണശാലയും കാണാം. ഇനി നമ്മൾക്ക് നേരെ ഇറങ്ങിച്ചെന്നാൽ കാണാൻ കഴിയുക ആ ഒരു പേ ആൻഡ് പാർക്ക് ഏരിയയാണ്. അത്യാവശ്യം ഒരുപാട് വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം തന്നെയാണ് ഇവിടെയുള്ളത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ പരീക്ഷയും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ നേരെ പാലക്കാട്ടേക്ക്. ഫ്രണ്ട്സ്, സമയം ഏതാണ്ട് 4 മണിയായിരിക്കുന്നു. നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതാണ് നമ്മളുടെ അർബൻ പൊറോട്ട എന്നുള്ള ആ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നും. ഇനി നമ്മൾക്ക് പോകുന്ന വഴി എവിടെ നിന്നെങ്കിലും ഒരു ചായ കുടിച്ചാലേ പറ്റൂ. അപ്പോൾ ഒരു ചായ കുടിക്കാനുള്ള ഒരു കടയും തേടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് സ്ഥലം കൃത്യമായി അറിയില്ല, എങ്കിലും കൊരട്ടിയുടെയും ചാലക്കുടിയുടെയും ഇടയിലുള്ള ഏതോ ഒരു സ്ഥലമാണ്. കണ്ടപ്പോൾ വളരെ രസകരമായി തോന്നി. ചെറിയ വള്ളിക്കുടിലും അതിൻ്റെ ഇടയിലൊരു ചെറിയ കട സെറ്റപ്പ്, വളരെ രസകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം. അതേപോലെ തന്നെ അവിടുത്തെ ആ ഇരിപ്പിടങ്ങളും ടേബിളും എല്ലാം പ്രത്യേകതയുള്ളതായിരുന്നു. കാണാൻ വളരെ കൗതുകമുള്ളത് കൊണ്ട് തന്നെയാണ് ഇവിടെ നിർത്തിയത്. അതേപോലെ തന്നെ ഇവിടെ നിന്നും കുടിച്ച ചായയും കട്ട്ലറ്റും പഴംപൊരിയും എല്ലാം വളരെ രുചികരമായിരുന്നു. കാണാൻ കൗതുകമുണ്ട് എങ്കിൽ കൂടിയും ഇത്തരം ഒരു പരിപാടികൾ നമ്മൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. കാരണം മനുഷ്യനിരിക്കേണ്ട ഒരു സ്ഥലത്ത് ഒരു പൂച്ച കയറിയിരിക്കുക, ഇനി ആളുകൾ നല്ല ഡ്രസ്സെല്ലാം ഇട്ട് അവിടെ വന്നിരിക്കും. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇന്ന് ഇവിടെ നിർത്തുകയാണ്. നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും തന്നെ ഇതൊന്ന് ലൈക്ക് ചെയ്യുക. എല്ലാവരും തന്നെ ഇതൊന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ ഈ ഒരു വിവരങ്ങൾ പങ്കുവെച്ചു കൊടുക്കുക. അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബൈ, എൻജോയ്.